ഹായ് ഫ്രണ്ട്സ്, ബിൽഡേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ കണ്ടാനശ്ശേരിയിലുള്ള സാജിദ് നസീമ ദമ്പതികളുടെ മനോഹരമായൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ വീട് കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ഹൗസ് വാമിംഗ് നടന്നത്. വളരെ ലേറ്റസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് മുതൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരെ ഫുള്ള് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ്. അതിന് വേറെ പിന്നാലെ അവർ തന്നെ നിന്നിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളൊരു വീടാണിത്. ഇത് ഒറ്റ കാഴ്ചക്ക് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഇതിൽ പുറത്തേക്കുള്ള ലുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വൈറ്റ്, ഗ്രീൻ ആൻഡ് നാച്ചുറൽ വുഡ് കളർ, ഈ ഒരു കോമ്പിനേഷനിലുള്ളൊരു തീമിനാണ് പുറത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ ചാനൽ ഇതുപോലെ ഞങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ മേലെ നോക്കിക്കഴിഞ്ഞാൽ, സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 വിൻഡോയുടെ അടുത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ലുക്കിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ട് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് ആ 2 ജനലിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഈ പില്ലറിലും ഈ പറഞ്ഞ പോലെ പില്ലറിൽ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനലിങ്, ഒരു ക്ലാഡിങ് പില്ലറിൽ ചെയ്തിട്ടുണ്ട്. ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ലുക്കിലുള്ള ടൈൽസിൻ്റെയും വളരെ ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻ നമ്മുടെ ബിൽഡേഴ്സിൻ്റെ ഷോറൂമിൽ ഉണ്ട്. ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. അത് എല്ലാവരും കയറി കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്പ് കയറുമ്പോൾ ഈ സ്റ്റെപ്പിലുള്ളത് 2400x800 സൈസിൽ സ്ലാബ് സൈസിൽ വരുന്ന 15 mm തിക്നെസ്സിൽ വരുന്ന സൺഹേർട്ടിൻ്റെ ഒരു മെറ്റീരിയലുണ്ട്. ആ ഒരു ടൈൽസിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ഒരു ബ്ലാക്ക്, അതിലൊരു ക്ലിയർ ബ്ലാക്ക് ഉണ്ട്, മാറ്റ് ഫിനിഷിലല്ലേ, ആ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെപ്പുകൾ മാത്രമല്ല, ഇവിടെ ഈ തിണ്ട് എന്ന് പറയുന്നത് അതുകൂടെ ചെയ്തിട്ടുള്ളത് ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് 6x4 കെറാമിക്കയുടെ 6x4 ഒരു ഗ്രീനിഷ് ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് വീട്ടിലൊക്കെ ഫ്ലോറിങ് ഈ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താ നമുക്ക് അകത്ത് പോയി ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിനകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിങ് കെറാമിക്കയുടെ ഈ 6x4 ഈ ഒരു ഗ്രീനിഷ് ഫിനിഷിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഈ ഒരു ടൈൽ ഉപയോഗിച്ചാണ് ത്രൂ ഔട്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ മനോഹരമായിട്ടുള്ള വളരെ കോസി ആയിട്ടുള്ളൊരു സോഫ, ബ്ലൂ കളറിൽ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് TV സ്റ്റാൻഡും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വളരെ ചെറുതായിട്ടാണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഡോറിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഇൻഡോർ ആയിട്ടുള്ള ചെറിയൊരു പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഒരു വാക്ക് വേ ഉണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പ്രെയർ റൂമാണ് കിട്ടുക. ആ പ്രെയർ റൂമിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഫിനിഷിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കളക്ഷനിൽപ്പെട്ട ആ ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഞാനിപ്പോൾ ഇരിക്കുന്ന ഊഞ്ഞാലുണ്ട്. ഇതിനപ്പുറത്താണ് വാഷ് ബേസിൻ ഏരിയ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയിൽ അവിടെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ 15 mm തിക്നെസ്സിൽ വരുന്ന ക്ലിയർ വൈറ്റ് സൺഹേർട്ടിൻ്റെ ടൈൽ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ തന്നെ ആയിട്ട് ഇവിടുത്തെ താഴത്തെ 2 ബെഡ്റൂമുകൾ ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി 2 ബെഡ്റൂമുകൾ മേലെയുള്ളത്. ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കിച്ചണിലേക്കുള്ള എൻട്രിയാണ്. കിച്ചൻ്റെ ഓപ്പൺ കിച്ചണാണ്. അവിടെ ഒരു ബാർ കൗണ്ടർ പോലെ ഒരു സെർവിങ് കൗണ്ടർ പോലത്തെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കിച്ചണുള്ളത്. ഈ കൗണ്ടറിൻ്റെയും ടോപ്പ് ചെയ്തിട്ടുള്ളത് സൺഹാർട്ടിൻ്റെ 15 mm തിക്നെസ്സിൽ വരുന്ന ക്ലിയർ വൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ കൗണ്ടറിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമുകളുള്ളത്. താഴെ 2 ഫസ്റ്റ് ഫ്ലോറിൽ 2. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റൂമിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഫ്ലോറിങ് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. പിന്നെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വിൻഡോനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു കബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള സ്ലൈഡിങ് വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് എല്ലാ റൂമുകളും ഏറെക്കുറെ ഈ ഒരു തീം പിടിച്ചുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് എല്ലാ റൂമുകളും ഉള്ളത്.
ഇനി ഈ വീട്ടിലെ കിച്ചണിലേക്ക് വന്നാൽ കിച്ചൺ ടോപ്പ് ചെയ്തിട്ടുള്ളത് സൺഹർട്ടിൻ്റെ 15mm തിക്നെസ്സിൽ വരുന്ന 2400x800 സൈസിലുള്ള ഡബിൾ ഡോട്ട് മിൻറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മെറ്റീരിയലാണ്. അത് ഉപയോഗിച്ചാണ് അതിൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചൻ്റെ വാളിനാണെങ്കിൽ 4x2 സൈസിലുള്ള ക്ലിയർ വൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വേറൊരു കളർ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്ലോറിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ടൈൽസ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഗുരുവായൂരുള്ള സജി എന്ന് പറയുന്ന സുഹൃത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടോട്ടൽ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാവട്ടപ്പുറത്തുള്ള സുജീഷ് എന്ന് പറയുന്ന കക്ഷിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത്. അതും വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കബോർഡുകളൊക്കെ ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ളൊരു ഹോബ് ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കിട്ടുവാണെങ്കിൽ സ്റ്റോർ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ലൈഡിങ് ഡോറുകളുള്ള ഒരു ചെറിയ സ്റ്റോർ ഏരിയ ഇതിനകത്തുണ്ട്. ഇതൊക്കെയാണ് ഈ കിച്ചനകത്തുള്ള വിശേഷങ്ങൾ. ഈ വീട്ടിലെ ടോയ്ലറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റുകളെല്ലാം തന്നെ 4x2 സൈസിലുള്ള മാറ്റ് ഗ്ലോസി ഫിനിഷിലുള്ള ടൈലുകളുടെ കോമ്പിനേഷൻ പല കളേഴ്സിൽ വെച്ചിട്ടാണ് എല്ലാ ടോയ്ലറ്റുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റുകളൊക്കെ മനോഹരമായിട്ടുള്ള അലിച്ചിരി വയർത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ അപ്സ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് കയറി കൊണ്ടിരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ട് ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഒക്കെ കാണാം. ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ വീട്ടകത്ത് കയറുന്ന ഭാഗത്തിൽ സ്റ്റെപ്പ് പറഞ്ഞ അതേ സൺഹർട്ടിൻ്റെ 15mm തിക്നെസ് വരുന്ന ബ്ലാക്ക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ലാൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു പാഷ്യോ എന്നൊക്കെ പറയാവുന്ന ചെറിയൊരു സംവിധാനം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീനിഷ് മാറ്റും അതുപോലെ ഗ്രില്ലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് സമയം കളയാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ കയറിയിട്ട് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ താഴത്തെ അതേ സ്റ്റോൺ ടൈലാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഫാമിലി ലിവിങ് ഏരിയയാണ്. അടിപൊളി TV സെറ്റ് സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഒരു കൺസോൾ മൊത്തത്തിൽ മനോഹരമായിട്ട് ആ വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ളൊരു ഗ്രേ കളറിലുള്ള ഒരു കോസി ആയിട്ടുള്ളൊരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ഈ ഫ്ലോറിനകത്ത് 2 ബെഡ്റൂമുകൾ കൂടെയാണുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസിൽ ബാക്കിലുള്ള ഓപ്പൺ ടെറസിലാണ്. ഓപ്പൺ ടെറസിനകത്ത് മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് ടീ ഏരിയ പോലെ ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തെ കാറ്റ് കൊട്ടി ചായ കുടിച്ചിരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഓണർ സാജിദ് ഭായും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ടാണ് ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ BTech സ്റ്റുഡൻ്റാണ്. റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. വീട്ടിൽ മല്ലൂന്ന് വിളിക്കും. എൻ്റെ പേര് സാജിദ്. കുഞ്ഞോന്ന് വീട്ടിൽ വിളിക്കും അല്ലേ? വീട്ടിലെ കുഞ്ഞോന്ന് വിളിക്കാതെ. എൻ്റെ പേര് ഹയാത്ത്. ഞാൻ ബംഗോളം ഗവൺമെൻറ് യൂണിറ്റിന് നാലിക്കരി. എൻ്റെ പേര് നസീമ. ഞാൻ GB സ്കൂളിലെ ടീച്ചറാണ്. വെരി ഗുഡ്. ഓക്കെ, സാജിദ് ഭായ്, അത് തന്നെ കൺഗ്രാജുലേഷൻസ്. വളരെ മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് മുതൽ ഒരു പ്ലാനിങ് മുതൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫാണ് സ്റ്റാർട്ടിങ് മുതൽ. വൈഫിൻ്റെ രീതിയിലാണ് റൂമുകളും അതിൻ്റെ സ്ക്വയർ ഫീറ്റ്സും കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഒക്കെ വൈഫ് തന്നെയായിരുന്നു. അതിൻ്റെ പ്ലാൻ വരയ്ക്കും. അത് ഒരുപാട് ദിവസങ്ങളിൽ ചിലപ്പോൾ നൈറ്റാക്കി ഇരുന്നിട്ടൊക്കെ അതൊന്നും എനിക്ക് അതിൻ്റെ ഇൻവോൾവേ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പ്ലാൻ വരച്ച് അപ്പോൾ ഇവിടെ തന്നെ രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നൈബറാണ്. പുള്ളിയാണ് സ്റ്റാർട്ടിങ്ങിനെ നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ആക്കിയിട്ടൊക്കെ ചെയ്ത്. അപ്പോൾ ഒന്നും ഞാനിപ്പോൾ ഇന്നലേ ഇല്ല. വൈഫും അവർ ഒരുമിച്ച് കളിച്ചോളായിരുന്നു. അപ്പോൾ അതങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ രംഗത്തോട്ട് വന്നതും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നും വണ്ണായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തെടുത്തതും. സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫാണ്. ഇതിൻ്റെ എല്ലാം ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയത് വൈഫാണ്. അപ്പോൾ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ വേറെ കൊടുക്കണം അല്ലേ? അപ്പോൾ എന്തായാലും ശരി, ഇത് മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അവസാനം ചെയ്തു വന്നൊക്കെ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടൈൽസ് ഐറ്റംസ് മുഴുവൻ ചങ്ങരംകുളത്ത് ബിൽഡേഴ്സിൻ്റെ ഷോറൂമിൽ നിന്നാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. എന്തായിരുന്നു അവിടുത്തെ ഒരു പർച്ചേസിൻ്റെ എക്സ്പീരിയൻസ്? അവിടുത്തെ എക്സ്പീരിയൻസ് പറയാൻ ഞാനവിടെ എത്തിപ്പെടാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തൃശ്ശൂരായാലും ഒരു 4-5 ഷോപ്പിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു ബിഹേവിയറിംഗ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്, ചങ്ങരംകുളത്ത് നിന്ന് കിട്ടിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന സെയിൽസ്മാൻമാരുടെ ആ ഒരു രീതിയിൽ എനിക്ക് എന്തോ അത് അത്രയും പിടിച്ചില്ല. ഇവിടെ വന്നപ്പോൾ ഷെഫീഖ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് നമ്മളെ മാനേജ്.
അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഒരു വീട്ടിലൊരു ടൈല് കൊണ്ടുവച്ചാൽ എങ്ങനെയുണ്ടാവും, അതിൻ്റെ നമുക്ക് ശരിക്ക് നമ്മൾക്ക് ആ ഒരു വ്യൂയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഷെഫീഖിൻ്റെ ഒരു നമ്മളായിട്ടുള്ളൊരു ഡീലിങ്സ് ആയിരുന്നു. അതുപോലെ ബാത്റൂം സെറ്റിങ്സ് ആയാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നൊരു ഏരിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ന ടൈല് വെച്ച് കഴിഞ്ഞാൽ രസമായിരിക്കും എന്നുള്ള എല്ലാ രീതിയിലും, അതായത് ഇപ്പോൾ ഈ വീട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ബാത്റൂമുകളും ഷെഫീഖിൻ്റെ ആ ഒരു പിക്ചേഴ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഡെലിവറിയൊക്കെ സമയത്തിന് വന്നു അല്ലേ? എല്ലാതും നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്ത് തന്നു, എല്ലാ സമയത്തിന് അറേഞ്ച് ചെയ്ത് തന്നു. അതൊക്കെ ഷെഫീഖ് നമുക്ക് ഒരു നല്ലൊരു രീതി തന്നെയാണ് ചെയ്തത്. നമ്മൾ ബിൽഡക്കേഴ്സിൻ്റെ ഒരു സർവീസിലും പ്രോഡക്ട്സിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. എനിവേ വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ ബാൽക്കണിയിലാണ്, പുറത്തേക്കുള്ള ബാൽക്കണിയിലാണ്. ഇതിനകത്ത് ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ളൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഈ 2 പില്ലേഴ്സിനും. അങ്ങനെയാണ് മൊത്തത്തിൽ ഈ വീടിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് കൂടി കരുതുകയാണ്. ഏതായാലും തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ വീട്ടിലെ പ്രത്യേകത വെച്ചാൽ വീടിനകത്തുള്ള ടൈൽസ് മെറ്റീരിയൽസ് പൂർണ്ണമായിട്ടും ചങ്ങരംകുളത്തെ ബിൽഡക്കേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ചങ്ങരംകുളത്ത് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഷോറൂമിൻ്റെ വീഡിയോ നമ്മളെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും കയറി കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ശരി, ഇത്രയും സമയം നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് വൺസ് അഗൈൻ. ഓക്കെ, ബൈ ബൈ.